നമസ്കാരം. ഇന്നു ഞാൻ ശനി ലഗ്നം തുടങ്ങി 12 ഭാവങ്ങളിൽ നിന്നാൽ വരുന്ന പൊതുവായ ഫലങ്ങളെക്കുറിച്ച് പറയുന്നു. ഇത് നിങ്ങൾ ജനിച്ച സമയത്ത് ഗ്രഹങ്ങളുടെ ബലവും ബലക്കുറവും ആശ്രയിച്ച് ഫലം കൂടുകയും കുറയുകയും ചെയ്യും. ഒരാളുടെ ലഗ്നം ചിത്രത്തിൽ കാണുന്നതുപോലെ വൃശ്ചികം രാശിയിലാണെന്ന് കരുതുക. ആ രാശിയിൽ ശനി നിന്നാൽ, ലഗ്നത്തിൽ ശനി നിന്നാൽ വിരൂപനായും രോഗപീഡിതനായും ആലസ്യവും അംഗവൈകല്യവും ഉള്ളവനായും ക്ഷീണമുള്ളവനായും മനസ്സിൽ എപ്പോഴും ദുഃഖമുള്ളവനായും കാണപ്പെടും. അയാളെക്കാൾ പ്രായക്കൂടുതലുള്ള സ്ത്രീയുടെ ഭർത്താവാകും. എന്നാൽ തുലാം രാശിയിലാണ് ലഗ്നം വരുന്നതെങ്കിൽ ആ രാശിയിൽ ശനി നിന്നാല് രാജതുല്യനായി ജീവിക്കുന്നതാണ്. ചിത്രത്തിൽ കാണുന്നതുപോലെ രണ്ടാം ഭാവത്തിൽ ശനി നിന്നാല് വിദ്യയില് പിറകോട്ടായിരിക്കും. മടിയനാണ്. സ്വന്തം സുഖം നോക്കി കുടുംബത്തിൽ നിന്നും മാറി താമസിക്കുന്നതാണ്. ബന്ധുക്കളുമായി കലഹമുണ്ടാകും. യുക്തനാണ്. അസത്യം പറയുന്നവനായും വഞ്ചകനായും ഭവിക്കും. പണമില്ലാതെ കഷ്ടപ്പെടും. മനസ്സറിയാത്ത കാര്യത്തിന് ശിക്ഷ അനുഭവിക്കും. അന്യദേശങ്ങളില് വസിക്കേണ്ടി വരും. പല്ലിനോ മുഖത്തിനോ വൈകൃതം സംഭവിക്കാവുന്നതാണ്. സ്ത്രീകൾ ധനമില്ലാത്തവളായും നിന്ദ്യയായും സന്തോഷമില്ലാത്തവളായും ക്രൂരസ്വഭാവമുള്ളവളായും കാണപ്പെടും. ചിത്രത്തിൽ കാണുന്നതുപോലെ മൂന്നാം ഭാവത്തിൽ ശനി നിന്നാൽ ജാതകന് ദീർഘായുസ്സ് ഉള്ളവനാണ്. ബുദ്ധിയുള്ളവനും സൽസ്വഭാവിയുമാണ്. ഏറെ വിഘ്നങ്ങൾക്ക് ശേഷം ധനം ലഭിക്കും. എന്നാൽ സഹോദരങ്ങൾക്ക് ദോഷം ചെയ്യുന്നതാണ്. ദാനശീലവും സൽസ്വഭാവവും നല്ല ഭൃത്യന്മാരും പരിജനങ്ങളും സുഖസാമ്രാജ്ഞികളും നല്ല ഭാര്യയും ഉള്ളവനായും ഭവിക്കും. സ്ത്രീകൾ സാമർത്ഥ്യവും പ്രസിദ്ധിയും സജ്ജനങ്ങളാല് ഏറ്റവും പ്രശംസിക്കപ്പെടുന്നവളായും കാണപ്പെടും. ചിത്രത്തിൽ കാണുന്നതുപോലെ നാലാം ഭാവത്തിൽ ശനി നിന്നാല് മാതാവിനെ ക്ലേശിപ്പിക്കുന്നവനായും സുഖവും ഗൃഹവും ഗൃഹോപകരണങ്ങളും ഇല്ലാത്തവനായും കപടമുള്ളവനായും ആചാരങ്ങളെ ലംഘിക്കുന്നവനായും തന്റെ പൂർവിക സ്വത്ത് നശിപ്പിക്കുന്നവനായും ജന്മദേശവും ജന്മവീടും വെടിയും. വിദ്യാഭ്യാസം പൂർണ്ണമാകില്ല. ഹൃദയവേദന അനുഭവിക്കും. ധനവും വീടും നേടിയാലും അനുഭവം കൊണ്ട് ഇല്ലാത്തവനെ പോലെയാകും. വിദേശവാസിയായും ഭവിക്കും. സ്ത്രീകൾ മന്ദതയും ഭ്രമവും വേശ്യാചാരത്തോടു കൂടിയവളായും കാണപ്പെടും. ചിത്രത്തിൽ കാണുന്നതുപോലെ അഞ്ചാം ഭാവത്തിൽ ശനി നിന്നാല് സുഖവും പുത്രന്മാരും കുറഞ്ഞിരിക്കുന്നവനായും അഥവാ പുത്രന്മാരും ഉണ്ടായാലും അവരുടെ നാശം മൂലം ദുഃഖം അനുഭവിക്കുന്നവനായും ബന്ധുക്കളും ഭാര്യയും ഇല്ലാത്തവനായും ബുദ്ധിഹീനനായും എന്നാൽ ദീർഘായുസ്സായും ഐശ്വര്യവാനായും ചാഞ്ചലഹൃദയനായും ഭവിക്കും. സ്ത്രീകൾ പുത്രനാശവും ചലനബുദ്ധിയും ഉത്സാഹക്കുറവും ഉദരരോഗവും ഉള്ളവളായി കാണപ്പെടും. ചിത്രത്തിൽ കാണുന്നതുപോലെ ആറാം ഭാവത്തിൽ ശനി നിന്നാല് ശത്രുക്കളെ ജയിക്കുന്നവനായും കാമാർത്ഥനായും സുഖവുമുള്ളവനായും ധാരാളം ഭക്ഷിക്കുന്നവനായും അഭിമാനവും ധനവും പ്രഭുത്വവും യോഗമുള്ളവനായും ദീർഘായുസ് ഉള്ളവനായും കാണപ്പെടും. ശത്രുവിൽ നിന്നോ കള്ളന്മാരിൽ നിന്നോ സർക്കാരിൽ നിന്നോ യാതൊരു ഭീതിയും ഉണ്ടാകില്ല. സ്ത്രീകൾ സമ്പത്തും ഗുണങ്ങളും ഉള്ളവളായും ഭർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവളായും കാണപ്പെടും. ചിത്രത്തിൽ കാണുന്നതുപോലെ ഏഴാം ഭാവത്തിൽ ശനി നിന്നാൽ സുഖവും ധനവും ഭാര്യാസുഖവും കുറഞ്ഞവനായും സഞ്ചാരക്ലേശവും അലസതയും കുൽസിതമായ ശരീരവും മുഷിഞ്ഞ വേഷവും ഏറ്റവും ശ്രമകരമായ ജോലി ചെയ്യുന്നവനും എന്നാൽ ദയാശീലമുള്ളവനായും ഭാര്യാസംബന്ധമായി ദുഃഖം അനുഭവിക്കാൻ ഇടയാകുന്നതാണ്. 7 ശനി ഉള്ളവർക്ക് നല്ല ഭാര്യയെ കിട്ടില്ല. കിട്ടിയാൽ തന്നെ അവൾ സ്വഭാവദോഷമുള്ളവരായിരിക്കും. ഭാര്യയ്ക്ക് ആയുസ്സും ആരോഗ്യവും കുറവായിരിക്കും. സ്ത്രീകൾ വൈദവ്യതുകവും അഥവാ ഭർത്തൃസുഖമില്ലാത്തവളായും രോഗപീഡിതയായും പ്രസവിക്കാത്തവളോ ഗർഭാശയ രോഗമുള്ളവളോ ആയി കാണപ്പെടും. എന്നാൽ ശനി നിൽക്കുന്നത് മകരമോ കുംഭമോ ആയാൽ മേൽപ്പറഞ്ഞ ഫലങ്ങൾ എല്ലാം തന്നെ വിപരീതമായി ലഭിക്കും. ചിത്രത്തിൽ കാണുന്നതുപോലെ എട്ടാം ഭാവത്തിൽ ശനി നിന്നാല് പലവിധത്തിലുള്ള വ്യാധികളാല് പീഡിപ്പിക്കപ്പെട്ടവനായും ആയുസ്സു കുറഞ്ഞവനായും വികടബുദ്ധിയായും ദുഃഖിക്കുന്നവനായും ബന്ധുക്കൾ ഉപേക്ഷിക്കപ്പെടുന്നവനായും ബലവും ധനവുമില്ലാത്തവനായും ശൗര്യവും മൂങ്കോപവും ഏറിയിരിക്കുന്നവനായും ഭവിക്കും. സ്ത്രീകൾ വിധവാത്വവും മലിനതയും നിന്ദ്യകർമ്മങ്ങളെ ചെയ്യുന്നവളായും ദുസ്വഭാവിയായും അന്യന്മാരെ വഞ്ചിക്കുന്നവളായും കാണപ്പെടും.
എന്നാൽ ശനി നിൽക്കുന്ന രാശിയിൽ ശനിക്ക് ബലം ലഭിച്ചാൽ, വ്യാഴത്തിന്റെ ദൃഷ്ടി ലഭിച്ചാൽ മേൽപ്പറഞ്ഞ ഫലങ്ങൾക്ക് എല്ലാം കുറവ് ലഭിക്കും. ചിത്രത്തിൽ കാണുന്നതുപോലെ 9-ാം ഭാവത്തിൽ ശനി നിന്നാല് 9-ാം ഭാവത്തിൽ ശനി നിന്നാല് ധനവും പുത്രന്മാരും ഗൃഹോപകരണങ്ങളും ധർമ്മവും പിതൃസുഖവും ഇല്ലാത്തവനായും പാപിയായും യുദ്ധത്തില് സാമർത്ഥ്യമുള്ളവനായും ദുർജനങ്ങളെ സേവിക്കുന്നവനായും അന്യരെ പീഡിപ്പിക്കുന്നവനായും ഒന്നിനും കഴിവില്ലാത്തവനായും ഭവിക്കും. ഭാര്യാസുഖം ഉണ്ടാകില്ല. ഒടുവില് സന്യാസിയെ പോലെ അലഞ്ഞു ജീവിക്കാൻ ഇടവരും. സ്ത്രീകൾ പുത്രദുരിതവും മനോവ്യാകുലതയും ധർമ്മക്കുറവും ഭാഗ്യമില്ലാത്തവളായും കാണപ്പെടും. ചിത്രത്തിൽ കാണുന്നതുപോലെ 10-ാം ഭാവത്തിൽ ശനി നിന്നാല് 10-ാം ഭാവത്തിൽ ശനി നിന്നാൽ വിദ്യയും ബുദ്ധിയും ശൗര്യവും ഉള്ളവനായും ദേശം, പുരം, ഗ്രാമം, സൈന്യം, സംഘടന ഇത്യാദികളുടെ നേതാവായോ അധ്യക്ഷനായോ മാറും. കൃഷിധനധാന്യാദികളുടെ സമൃദ്ധിയും യശസ്സും രാജതുല്യമായ സുഖാനുഭവങ്ങളും ഉള്ളവനായും ഭവിക്കും. സ്വന്തം അധ്വാനത്താൽ ധനം ഉണ്ടാകും. എന്നാൽ കൃഷി, ഭൂമി എന്നിവ ഇല്ലാതാക്കും. കാരണം 10-ലെ ശനിയുടെ ഐശ്വര്യം സ്ഥായിയല്ല. ആർക്കും വഴങ്ങാത്ത സ്വഭാവക്കാരാണ്. മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തുന്ന ശീലമുണ്ടാകും. സ്ത്രീകൾ നിന്ദ്യകർമ്മങ്ങളില് താൽപര്യവും കുടിലതയും ദുർഭകത്വവും ദാരിദ്ര്യത്വവും ഉള്ളവളായി കാണപ്പെടും. ചിത്രത്തിൽ കാണുന്നതുപോലെ 11-ാം ഭാവത്തിൽ ശനി നിന്നാല് 11-ാം ഭാവത്തിൽ ശനി നിന്നാൽ ദീർഘായുസ് നൽകുന്നതാണ്. ഇറങ്ങിത്തിരിക്കുന്ന കാര്യത്തിൽ നിന്നും പിന്മാറില്ല. ഭാഗ്യവാനാണ്. എന്നാല് പുത്രദുഃഖം ഉണ്ടാകും. ഉയർന്ന നിലയില് ജീവിതം നയിക്കും. ശൗര്യവും ആരോഗ്യവും ഏറ്റവും ഉറപ്പുള്ള സമ്പത്തും ഉള്ളവനായും ശ്രേയസ് ലഭിക്കുന്നവനായും ശില്പകലകളില് സാമർത്ഥ്യവും വളരെ ഭൃത്യന്മാരും ഉള്ളവനായും കാണപ്പെടും. സ്ത്രീകൾക്ക് പുത്രവർദ്ധനയും ധനവർദ്ധനയും ഗൃഹം, ഭൂമി ഇതുകളുടെ ലാഭവും ഉണ്ടാകുന്നതാണ്. ചിത്രത്തിൽ കാണുന്നതുപോലെ 12-ാം ഭാവത്തിൽ ശനി നിന്നാല് 12-ാം ഭാവത്തിൽ ശനി നിന്നാല് ഭീരുവായും നയനരോഗത്തിന് അടിമയായും പല പ്രകാരത്തിലുള്ള ദുർവ്യയം കൊണ്ടു പീഡിതനായും അംഗവൈകല്യവും സ്വഭാവദോഷവും നിർധനത്വവും ഉള്ളവനായും ലജ്ജയും സന്താനങ്ങളും ഇല്ലാത്തവനായും ശത്രുപീഡയുള്ളവനായും കുലഭ്രഷ്ടനായും എല്ലായിടത്തും തോൽവി സംഭവിക്കുന്നവനായും വളരെ സംസാരിക്കുന്നവനായും അന്യദേശവാസിയായും നിർദ്ദയനായും ഭവിക്കും. ഈ രാശിയിൽ ഒരു പാപഗ്രഹം കൂടി ചേർന്നാൽ ജയിൽവാസം വരെ വന്നു ചേരാം. സ്ത്രീകൾ ദുർവ്യയം നിമിത്തം ദുഃഖിക്കുന്നവളായും രോഗപീഡിതയും ധനനാശമുള്ളവളായും കാണപ്പെടും. Please subscribe to my channel. Watch ANLE 1 Jyotisham channel. Thank you for watching.